40 സിനിമകൾക്ക് മുകളിൽ ഒരുമിച്ച മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രമാണ് മരക്കാർ അറബിക്കടലിലെ സിംഹം. 3 നിർമ്മാതാക്കൾ ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. 100 കോടി രൂപ ബജറ്റ് എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ പറയപ്പെടുന്നത്. ചിത്രത്തിന്റെ ഷൂട്ട് രാമോജി റാവു ഫിലിം സിറ്റിയിൽ നടന്നുവരികയാണ്. മോഹൻലാലിന്റെ മകൻ പ്രണവ്, പ്രിയദർശന്റെ മകൾ കല്യാണി എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ടെക്നിക്കൽ വിഭാഗത്തിൽ ഒരു വലിയ ക്രൂ ആണ് ചിത്രത്തിന് ഉള്ളത്. ദേശീയ അവാർഡ് നേടിയ ക്യാമറാമാൻ തിരുവാണ് ഛായാഗ്രഹണം. 5 തവണ ദേശീയ അവാർഡ് നേടിയ സാബു സിറിലാണ് കലാസംവിധാനം. കടലിലെ യുദ്ധരംഗങ്ങൾ അടക്കമുള്ള വമ്പൻ സീനുകളാൽ നിറഞ്ഞ ചിത്രത്തിന്റെ VFX വർക്ക് ചെയ്യുന്നവരും ചില്ലറക്കാരല്ല. ബ്ലഡ് റണ്ണർ 2049 എന്ന ചിത്രത്തിന് ഓസ്കാർ അവാർഡ് നേടിയ ആനി ബ്രെയിൻ സ്റ്റുഡിയോ ആണ് ചിത്രത്തിന്റെ VFX രംഗങ്ങൾ ഒരുക്കുക. കുഞ്ഞാലി മരക്കാർ എന്ന മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലമാണ് പ്രണവ് അഭിനയിക്കുന്നത്. കോഴിക്കോട് സാമൂതിരിയുടെ പടത്തലവനായിരുന്ന കുഞ്ഞാലി മരക്കാരിലെ 4ാമന്റെ കഥയാണ് ചിത്രം പറയുന്നത്. 2020 മാത്രമേ ചിത്രം പുറത്തു വരികയുള്ളൂ. ഒറ്റ ഷെഡ്യൂളിൽ 100 ദിവസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഷൂട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. മാർച്ചോടെ ഷൂട്ട് അവസാനിക്കും. പോസ്റ്റ് പ്രൊഡക്ഷന് കൂടുതൽ സമയം എടുക്കും എന്നുള്ളതുകൊണ്ടാണ് റിലീസ് 2020 ഉണ്ടാകൂ എന്നതിന്റെ കാരണം. വലിയ സെറ്റിട്ടതുകൊണ്ട് വലിയ സിനിമ ഉണ്ടാകില്ല. ബാഹുബലിയും ഇതും 2 തരം സിനിമകളാണ്. മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ ഒരുക്കുന്ന മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന ചിത്രത്തിന്റെ കലാസംവിധായകൻ സാബു സിറിൽ പറയുന്നത് ഇങ്ങനെ: ഹൈദരാബാദിൽ രാമോജി റാവു ഫിലിം സിറ്റിയിൽ അദ്ദേഹം ഒരുക്കിയ ബ്രഹ്മാണ്ഡ സെറ്റിലാണ് ഇപ്പോൾ മരക്കാർ ചിത്രീകരണം നടന്നു വരുന്നത്. സമകാലിക ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ചിത്രമായ ബാഹുബലിയുടെ 2 ഭാഗങ്ങളുടെയും കലാസംവിധാനം സാബു സിറിൽ ആയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ മരക്കാറിന്റേത് ബാഹുബലിയേക്കാൾ വലിയ സെറ്റ് ആയിരിക്കുമോ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞത്. മരക്കാറിന്റെ ചിത്രീകരണ വിശേഷങ്ങൾ മലയാള മനോരമയോട് പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം. ഏതാണ്ട് 500 വർഷത്തോളം പഴക്കമുള്ള ചരിത്രത്തിൽ നിന്നും എടുത്ത കഥയാണ് മരക്കാറെന്നും രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട ചരിത്ര സിനിമകളിൽ ഇതുപോലെ അധ്വാനിച്ച് എടുത്ത ചിത്രങ്ങൾ കുറവായിരിക്കുമെന്നും സാബു സിറിൽ വ്യക്തമാക്കി. 500 വർഷം മുൻപുള്ള കേരളത്തിലെ കഥയാണിത്. സംഭവങ്ങളെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും അന്നത്തെ വസ്ത്രം, ആഭരണം, അവയുടെ നിറം, ആയുധം, വീട്ടു സാധനങ്ങൾ എന്നിവയ്ക്കൊന്നും കൃത്യമായ രേഖകളില്ല, ചിത്രങ്ങളുമില്ല. അപൂർവമായി ലഭിച്ച ചില സാധനങ്ങളുടെ പശ്ചാത്തലത്തിൽ പലരുടെയും ഭാവന വരച്ചെടുത്തതാണ് പലതും. അതുകൊണ്ട് തന്നെ അവ ഉണ്ടാക്കുക എന്നത് എളുപ്പമായിരുന്നില്ല. സാബു സിറിൽ ഇങ്ങനെ പറയുന്നു: ഇതിനു മുമ്പ് 40ഓളം ചിത്രങ്ങളിൽ പ്രിയദർശനും സാബു സിറിലും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്വൈതം, തേന്മാവിൻ കൊമ്പത്ത്, കാലാപ്പാനി, ചന്ദ്രലേഖ, മേഘം, രാക്കിളിപ്പാട്ട്, കാക്കക്കുയിൽ, കിളിച്ചൊണ്ടം മാമ്പഴം, തമിഴിലെ ലേസ ലേസ, കാഞ്ചീവരം, ഹിന്ദിയിലെ ഭൂൽ ഭുലയ്യ, മലമൽ വീക്കിലി, വിരാസത്ത് എന്നിവ ഇവരുടെ കൂട്ടുകെട്ടിൽ വന്ന ശ്രദ്ധേയമായ സിനിമകളാണ്. ഇപ്പോൾ തന്നെ മരക്കാരന്റെ ലൊക്കേഷൻ ചിത്രങ്ങളും വീഡിയോകളും ആരാധകർക്കിടയിൽ തരംഗമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ബാഹുബലിയുമായി മരക്കാരനെ താരതമ്യം ചെയ്യുന്നതും.